ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നവ്യാസ് രുചിക്കൂട്ട്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ പ്ലം കേക്ക് ഞാൻ വൈനിലാണ് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വൈൻ സോക്ക് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഏകദേശം 1 കിലോയുടെ അടുത്ത് ഇതെടുത്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ എനിക്ക് 3 kg അടുത്തുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 1 kg നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻറ്റ്സ് ക്ലിയർ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നു കാരമലൈസ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ 1 കപ്പ്, അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു, 1/4 കപ്പ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. സ്പൂണൊന്നും ഇട്ട് ഇപ്പം ആദ്യം ഇളക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി, തന്നെ അത് കരിഞ്ഞു വന്നോളൂ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. നമ്മൾ സ്പൂണൊന്നും എടുക്കണ്ട. ഇനി അഥവാ അത്യാവശ്യം ഉണ്ടെങ്കിൽ വല്ല ഫോർക്ക് ഇട്ട് ചെയ്താൽ കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് ആയി വരുമ്പോൾ കളറ് മാറി വരുമ്പോഴത്തേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കണം. കളറൊക്കെ അങ്ങ് മാറി വരുന്നുണ്ട്. തീ ഇനി കുറച്ച് വെച്ചിട്ട് ചെയ്യാവുള്ളൂ. നല്ലപോലെ തീ കുറയ്ക്കുക. ആയി വരുമ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട്സ്, ഇത് ഡ്രൈ ഫ്രൂട്ട്, ഞാനിത് ബദാമും കാഷ്യൂനട്ടും വാൾനട്ടുമാണിത്. ഇതൊരു 350 ഗ്രാമോളം ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ എന്തോരം നമുക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ അടുത്ത് എന്ത് അവൈലബിൾ ആണോ അതെടുത്താൽ മാത്രം മതി. ഇത് 3 വേണമെന്ന് തന്നെ ഇല്ല. കാഷ്യൂനട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ കാണിക്കാം. നമ്മൾ ഇതിനകത്ത് ഇനി ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ സ്പ്ലാഷ് ആവും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ. കുറച്ച് മാറി നിന്നിട്ട് തീ നല്ലപോലെ കുറച്ച് വെക്കുക, എന്നിട്ട് വേണം അത് ചെയ്യാൻ. ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇത്തിരി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. ഞാൻ ഈ നട്ട്സ് വെച്ച് എല്ലാം ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചേക്കണ ഫ്രൂട്ട്സും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. വൈനില്ലെങ്കിലും നിങ്ങൾക്ക് ഏത് ജ്യൂസിൽ വേണമെങ്കിലും ഒഴിക്കാം. ഓറഞ്ച് ജ്യൂസിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇത് കാരമലൈസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താലും മതി. കുറച്ച് ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് എല്ലാവിധ ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആണോ അത് മാത്രം ചെയ്താലും മതി.
ഡേറ്റ്സ് കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പറ്റുമെങ്കിൽ വൈനുണ്ടെങ്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇട്ടാലും മതി, അല്ലാതെ ആണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മറ്റ് ഫ്രൂട്ട്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്യണം. നിങ്ങൾ 1 കപ്പ് മൈദ, അതായത് അങ്ങനെയാണ് എടുക്കണമെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റി അതനുസരിച്ച് കുറയ്ക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഓറഞ്ച് നീരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നല്ല റിച്ചായിട്ട് എല്ലാ ഇതും വന്നിട്ടുണ്ട്. തിളച്ചിട്ട് ഇനി നമുക്കത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. ഇത് ചൂടാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കിൻ്റെ ബാക്കി ഡ്രൈ ഐറ്റവും ബട്ടറും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാം. അതിനകത്ത് കറുവാപ്പട്ട, സിനമൺ, ഞാനിവിടെ കുറച്ച് ഏകദേശം 1 ടീസ്പൂൺ പൗഡർ കിട്ടത്തക്ക വിധത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക. ഇത് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ആദ്യം. ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടയുടെ ഇത് മാറാനായിട്ട് കുറച്ച് വാനില എസൻസ്, അതോടെ തന്നെ ഓറഞ്ച് പീലിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസ് എന്തായാലും നമ്മൾ വേറെ ഇടുന്നുണ്ട്, എന്നാലും ഓറഞ്ച് പീലിൻ്റെ പൗഡറും മുട്ടയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര, അത് കറുവാപ്പട്ടയും ജാതിക്കയൊക്കെ ഉണ്ട് ഇതിനകത്ത്, എല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഇടുകയാണ്. മെൽറ്റ് ചെയ്ത ബട്ടറാണ് 1 കപ്പോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ചെറിയ കേക്കാണ്, 1 കിലോയുടെ താഴെ അല്ലെങ്കിൽ 1 കിലോ ആണെങ്കിൽ ഈ ഒരു 1/2 കപ്പിന് ധാരാളമാണ്. ഞാനെടുക്കുന്ന ഈ അളവിന് ഒരു ഫുൾ കപ്പ്, അതായത് 240 ml ഇത് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മെൽറ്റഡ്. പിന്നെ 1 കേക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും. ഡ്രൈ ഫ്രൂട്ട്സ് ഇനി ഇട്ട് ഇളക്കി റെഡിയായി കഴിഞ്ഞിട്ട് വേണം ഞാൻ മാവ് ഇടുന്നുള്ളൂ. ഫ്ലോറ് നിറച്ചിത് നല്ല ഇത് പഞ്ചസാരയിലും വൈനിലും ഒക്കെ അങ്ങോട്ട് സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞാൽ ഇനി അധികം ഇട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഞാൻ ആദ്യം ഫ്രൂട്ട്സ് ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് പറ്റിയിരിക്കുന്ന പഞ്ചസാരയും വൈനും ഒക്കെ ഇതുമായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ട് സെൽഫ് റൈസിങ് ഫ്ലോർ ചേർത്താൽ മതി എന്ന് ഓർത്തിട്ടാണ്. ഞാൻ സെൽഫ് റൈസിങ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. സെൽഫ് റൈസിങ് ഇല്ലാത്തവർ മൈദയിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല മധുരമുണ്ട് ഈ ഫ്രൂട്ടിന്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നല്ലെങ്കിൽ ഇതുപോലത്തെ സ്പാറ്റിൽ ഉപയോഗിക്കുക, ഫോൾഡ് ചെയ്ത് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ മറ്റേ വിസ്കർ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ചെയ്യണം. നല്ല റിച്ച് കേക്കാണിത്. ഇതിനകത്ത് 8 ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇത്ര സാധനങ്ങളില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഓർക്കണ്ട. അതുപോലെ തന്നെ വൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓറഞ്ച് ജ്യൂസിൽ 2 ദിവസം അത് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് നല്ല സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. നോട്ടെ, ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് വന്നിട്ടുള്ള മധുരമുണ്ട്.
കേക്ക് രണ്ടും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അതോടൊപ്പം തന്നെ 2 സ്പൂൺ വൈൻ അതിൻ്റെ പുറത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ബട്ടറിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് ബട്ടറും ഒന്ന് മുകളിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം.